ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മായാദേവി ഹലോ. ഇവിടെ ബംഗ്ലാദേശിനെ സംബന്ധിക്കുന്ന വാർത്തകൾ മനഃപൂർവം മുക്കുന്ന മലയാളി മാധ്യമങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ബംഗ്ലാദേശിൽ വേദനിക്കുന്നത് അത്രയും ഹിന്ദുക്കളാണ്. അവര് കാഫിറുകളാണ്. അവരുടെ ജീവനും ജീവിതത്തിനും അത്രയേറെ പ്രസക്തിയെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ ലൈവ് ഉണ്ടാകും, അടുപ്പുകൂട്ടിയുള്ള ചർച്ചകൾ ഉണ്ടാകും, വലിയ രൂപത്തിലുള്ള കൊട്ടിക്കലാശങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ അത്രയേറെ പ്രാധാന്യമൊന്നും അർഹിക്കുന്ന വസ്തുതകളല്ലല്ലോ. അതുകൊണ്ട് കാഫിറുകളെ എത്ര കണ്ട് വേദനിപ്പിച്ചാലും പീഡിപ്പിച്ചാലും നമ്മുടെ നാട്ടിൽ അതൊന്നും വലിയ രൂപത്തിലൊരു വാർത്താ പ്രാധാന്യമുള്ള വിഷയമാകാറില്ല. ഇന്ന് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അടക്കം ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ബംഗ്ലാദേശിനെ പ്രീണിപ്പിക്കുകയാണോ അതോ അവരെ സുഖിപ്പിക്കുകയാണോ, അതുമല്ല കാഫിറുകളോടുള്ള വൈരാഗ്യമാണോ എന്നറിയില്ല. ഇവരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നതേയില്ല. ഇപ്പൊ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് അധികാരമോഹിയാണ് എന്നും രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സപ്പോർട്ടോടെയും അദ്ദേഹത്തിന്റെ അറിവോടെയും സമ്മതത്തോടു കൂടിയുമാണ് ഈ രൂപത്തിലുള്ള വംശഹത്യ, ന്യൂനപക്ഷ പീഡനം ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശ് വിട്ട ശേഷം ആദ്യമായി ന്യൂയോർക്കിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഷെയ്ഖ് ഹസീന രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഓക്കെ, ഷമീർ ഒരു ബംഗാളിയാണ്, അദ്ദേഹത്തിന് ടൈപ്പ് ചെയ്യാൻ അറിയില്ല, മുതലാളിയാണ് എഴുതുന്നത്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന്. സന്തോഷം, വളരെ സന്തോഷം. ജീവൻ സുടുക്കൾ വരാൻ പോണതല്ലേ ഉള്ളൂ. രാജ്യത്തിന്റെ ഇടക്കാല നേതാവ് വംശഹത്യ നടത്തുന്നു എന്നും വളരെ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്താണ് ബംഗ്ലാദേശിൽ വംശഹത്യ നടക്കുന്നതെന്നും യൂനസ് വിദ്യാർത്ഥികളുടെ കോർഡിനേറ്റർമാരോട് ഈ വംശഹത്യക്ക് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടെന്നും അതിൽ യൂനസിന്റെ കൈകളുണ്ടെന്നുമാണ് ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നത്. ഹിന്ദു, ബുദ്ധ മതക്കാർ, ക്രിസ്ത്യാനികൾ എന്നീ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. 11 ചർച്ചുകൾ തകർത്തു കഴിഞ്ഞു. ക്ഷേത്രങ്ങളും ബുദ്ധ ആരാധനാലയങ്ങളും കൂട്ടത്തോടെ തകർത്തു കഴിഞ്ഞു. ഹിന്ദുക്കൾ പ്രതിഷേധിച്ചപ്പോൾ ഇസ്കോൺ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് മനുഷ്യാവകാശ ലംഘനം പ്രാവർത്തികമാക്കി. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു യൂനസ് സർക്കാർ. 1975 പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതോടെ എന്നെയും സഹോദരി ഷെയ്ഖ് റഹാനെയും കൊല്ലാൻ ഇവർ പദ്ധതിയിട്ടിട്ടുണ്ട് എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. നിലവിലെ ഭരണകൂടം സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നും അക്രമം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് വിട്ടതെന്നും അവർ തുറന്നു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആൾക്കൂട്ടം എത്തിയപ്പോൾ സൈന്യം വെടിയുതിർത്തിരുന്നുവെങ്കിൽ എത്രയോ പേര് കൊല്ലപ്പെടുമായിരുന്നു എന്നും വെടിവെക്കാൻ ഞാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. എന്റെ ജനതയെ ഞാൻ തന്നെ നിറയൊഴിക്കാൻ അനുമതി നൽകിയാൽ ഞാൻ എന്ത് ഭരണാധികാരിയാണ്? അതുകൊണ്ട് ഞാൻ കാരണം ഒരാളുടെയും രക്തം ചിന്തരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് അവര് പറഞ്ഞത്. അതെ, ഇപ്പോൾ അയൽ രാജ്യമായ ബംഗ്ലാദേശില് ഹിന്ദുക്കൾക്കു നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഹിത സംരക്ഷണ വേദികയുടെ ബാനറിൽ ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ കർണാടകയിലുടനീളം പ്രതിഷേധം നടക്കുകയാണ്. അവർ സംഘടിപ്പിച്ച്
സംഘടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ബംഗളൂരു ഫ്രീഡം പാർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. അവന്മാർക്കൊന്നുമേ വന്ന് കുരുക്കൾ പൊട്ടിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. അതുകൊണ്ട് അത്തരക്കാരെയൊക്കെ പറഞ്ഞു വിടുക. ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിലെ ഒരു വേദി കൊടുക്കുന്നത് തന്നെ ശരിയല്ല. അല്ല, ജീവൻ അവർക്കേ അവരുടെ തോന്നിയതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള ഒരു ഇടമായിട്ട് ഇതിനെ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അഭിപ്രായങ്ങൾ മാന്യമാണെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് വിചാരിക്കാം. അല്ലാത്തതൊന്നും ചെകുത്താൻ വന്നു. ഓക്കെ, എനിക്ക് പണി പറഞ്ഞു. അപ്പോ ഈ പ്രതിഷേധത്തില് ബാംഗ്ലൂർ ഫ്രീഡം പാർക്കില് ഒരു ഭാഗത്ത് നടക്കുന്നത് കർണാടകത്തില് 100 കണക്കിന് 1000 ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. RSSന്റെയും VHP, ബജ്രംഗ് ദൾ, ഹിന്ദു ജാഗരൺ വേദികെ, ABVP, ഭാരതീയ കിസാൻ സംഘ് തുടങ്ങിയ പല സംഘടനകളും പിന്തുണ നൽകിക്കൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ താവർചന്ദ് ഹഗ് അദ്ദേഹത്തിന് പ്രതിഷേധക്കാർ നിവേദനം കൈമാറിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകരായ ഡോക്ടർ ഗിരിധർ ഉപാധ്യായ, ഉദയ് ഭട്ട്, കാത്തലിക് ക്രിസ്ത്യൻ അസോസിയേഷൻ സംസ്ഥാന കൺവീനർ ശാന്തകുമാർ, ഹിന്ദു ജാഗരൺ വേദികെ സംസ്ഥാന കൺവീനർ കേശവമൂർത്തി, കുറുബ നേതാവ് മുക്കുദപ്പ, മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആത്മനിരത ചൈതന്യ സ്വാമി, മേൽവരവത്തൂർ ആദിപരാശക്തി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റായ രക്ഷിത്, ഇങ്ങനെ തുടങ്ങിയ അനേകം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു. അതുപോലെ ബെല്ലാരിയിൽ ദേശഭക്ത് നാഗരിക വേദികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് കടകൾ അടച്ചിട്ടു. പ്രതിഷേധക്കാർ ബന്ദിന് ആഹ്വാനം ചെയ്തു. റായ്ചൂരിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. അതുപോലെ മാണ്ഡ്യയിൽ DC ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. രാമനഗര ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് ജനാന്തോളന യാത്ര പ്രതിഷേധക്കാർ സംഘടിപ്പിച്ചു. ചിത്രദുർഗയിൽ ഒനക്ക ഒബ്ബവ സർക്കിളിലും കോലാറിൽ ബംഗാർപേട്ട് സർക്കിളിലുമായിരുന്നു പ്രതിഷേധം നടന്നത്. ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗളൂരു നഗരത്തിൽ അംബേദ്കർ സർക്കിളിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഹമ്പൻഘട്ട മിനി വിഡാൻ സൗദ പാലിലാണ് അവസാനിച്ചത്. ഇങ്ങനെ തുടങ്ങി രാജ്യത്തുടനീളം ഹിന്ദുക്കൾക്കു വേണ്ടിയുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ധാരാളം മനുഷ്യാവകാശ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ ബംഗ്ലാദേശിന്റെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ സംഘടിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മാത്രം ഇതൊന്നും വാർത്തയല്ല. വംശഹത്യ നടത്തിയത് ഷെയ്ഖ് ഹസീനയാണ് എന്ന് യൂനസ് ആരോപിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണകൂടത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഷെയ്ഖ് ഹസീന.
അതായത് വംശഹത്യയ്ക്ക് പിന്നിൽ ഇദ്ദേഹമാണ് ഈ മുഹമ്മദ് യൂനസ്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഒരു സർക്കാരിന്റെ പരാജയമാണ് ഈ കാണുന്നത് എന്നാണ് ലോകം മുഴുവനും പറയുന്നത്. അതുപോലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും. കഴിഞ്ഞ ദിവസം ഹസീനയ്ക്കെതിരെ യൂനസ് നടത്തിയ ആരോപണങ്ങൾക്ക് പ്രത്യാക്രമണമായിട്ടായിരുന്നു ഹസീനയുടെ രൂക്ഷമായ വിമർശനങ്ങൾ. ഹസീനയുടേത് ഒരു പൊതുപ്രസംഗമായിരുന്നു ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിലെ. സായുധരായ പ്രതിഷേധക്കാരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നയിച്ചത് യൂനസ് ആയിരുന്നു. സെക്യൂരിറ്റി ഗാർഡുകൾ വെടിയുതിർത്താൽ നിരവധി ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. അതിനാൽ ഞാൻ ഒരു ഉത്തരവും കൊടുക്കാതെ എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, എന്റെ രാജ്യത്തിലെ പൗരന്മാർക്ക് സംരക്ഷണം ഒരുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് മനസ്സിലാക്കി ഞാൻ രാജ്യം വിടാൻ നിർബന്ധിതയായി. എന്ത് സംഭവിച്ചാലും വെടിയുതിർക്കരുത് എന്നാണ് ഞാൻ ഗാർഡുകൾക്ക് നിർദ്ദേശം നൽകിയത് എന്നാണ് ഓഗസ്റ്റ് 5-ാം തീയതി ധാക്കയിൽ നടന്ന സംഭവങ്ങളെ ഓർത്തെടുത്ത് ഷെയ്ഖ് ഹസീന പ്രതികരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വംശഹത്യാ കുറ്റം ആരോപിക്കപ്പെടുകയാണ് ഇപ്പോഴും. എന്നാൽ യഥാർത്ഥത്തിൽ യൂനസ് ആണ് വംശഹത്യ നടത്തുന്നത് എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. വളരെ ആസൂത്രിതമായി രൂപകൽപ്പന ചെയ്തിട്ടായിരുന്നു വംശഹത്യ. ഇതിന് പിന്നിൽ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, യൂനസുമുണ്ട് എന്നാണ് ഹസീന ആരോപിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ യൂനസ് സർക്കാർ എന്താണ് ചെയ്തത് എന്ന് ഷെയ്ഖ് ഹസീന ചോദിച്ചു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലം എല്ലാം നശിപ്പിച്ചു എന്നാണ് യൂനസ് ആരോപിക്കുന്നത്. രാജ്യത്ത് ഭരണഘടന, ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമേ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ജാപ്പനീസ് പത്രം നിക്കി ഏഷ്യൻസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യൂനസ് ഈ രൂപത്തിൽ പ്രതികരിച്ചത്. ബംഗ്ലാദേശിന്റെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൽ വിചാരണ പൂർത്തിയാക്കിയാൽ ഇന്ത്യ ഹസീനയെ കൈമാറണമെന്ന് യൂനസ് ആവർത്തിച്ചു. വിചാരണ പൂർത്തിയായി വിധി വന്നാൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ട അന്താരാഷ്ട്ര നിയമപ്രകാരം അവരെ കൈമാറാൻ ഞങ്ങൾ ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ അതനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കും എന്നും യൂനസ് പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെ കുറിച്ചിട്ടുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ആശങ്കകൾ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നും കേവലം പ്രൊപ്പഗണ്ടയാണെന്നും മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് ആരോപിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, തൽക്കാലം നിങ്ങൾ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകൂ, കാണട്ടെ എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് ലോകം. ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണട്ടെ. അതുപോലെ ഷാഹി ഇമാം ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഷാഹി പള്ളിയിലാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും അഡ്വൈസേഴ്സും ഒക്കെ വന്ന സമയത്ത് ആളുകൾ കല്ലെറിഞ്ഞതും വാഹനങ്ങൾക്ക് തീയിട്ടതും ഒക്കെ അവിടെയായിരുന്നു. അവിടുത്തെ ഇമാമും ഹിന്ദുക്കൾക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ഹിന്ദു സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനസിനോട് ഡൽഹി ജുമാ മസ്ജിദിലെ ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരെ തുടരുന്ന അനീതികൾ അപലപനീയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭാരതവുമായിട്ടുള്ള അടുത്ത ബന്ധം നിലനിർത്താനും സംരക്ഷിക്കാനും ബംഗ്ലാദേശിന് ബാധ്യതയുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് പിന്തുടരേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഷാഹി ഇമാം ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശ് സ്ഥാപിതമായതിന് പിന്നിൽ ഞങ്ങളുടെ രാഷ്ട്രം നിർവഹിച്ച പങ്ക് മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ ദേശീയ നേതൃത്വവും മാധ്യമങ്ങളും പൗരസമൂഹവും ബംഗ്ലാദേശുമായി അടുത്ത ബന്ധമാണ് പുലർത്തിപ്പോരുന്നത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ മകൾ ഷെയ്ഖ് ഹസീന വാജിദ്, അവരുടെയൊക്കെ പാർട്ടിയായ അവാമി ലീഗ് എന്നിവരുമായി ഭാരതത്തിൻ്റെത് അടുത്ത സൗഹൃദമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് വന്ന ശേഷവും അവർക്കെതിരായ അക്രമം അവാമി ലീഗിന്റെ മുസ്ലിം അമുസ്ലിം അനുഭാവികളിലേക്ക് പടർന്നു. ഇതുവരെ അത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യമായിരുന്നു. എന്നാൽ ഹിന്ദു ന്യൂനപക്ഷ സമൂഹത്തെ തെരഞ്ഞു പിടിച്ചക്രമിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നും സയ്യിദ് അഹമ്മദ് ബുഖാരി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കുള്ള തുല്യ അവകാശ സംരക്ഷണം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു സാർവത്രികമായ പ്രഖ്യാപനമുണ്ട്.
അത് അന്താരാഷ്ട്ര സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. നോബേൽ ജേതാവ് എന്ന അന്താരാഷ്ട്ര പ്രശസ്തി കളങ്കപ്പെടുത്താതിരിക്കാൻ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനസ് ശ്രദ്ധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാഹി ഇമാം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. റിസ്വാനെ ആരാണ് മാനസിക രോഗി എന്ന് എല്ലാവർക്കും അറിയാം. ജൂൺ വന്നിട്ടുണ്ട് കേട്ടോ. ആർക്കാണ് ചികിത്സ വേണ്ടത് എന്നും ഇന്നിവിടെ എല്ലാവർക്കും അറിയാം. ഷാഹി ഇമാം മാനസിക രോഗിയാണെന്നാണോ ഇവരൊക്കെ പറഞ്ഞു വരുന്നത്? അതോ ഷെയ്ഖ് ഹസീന മാനസിക രോഗിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ അനേകം രാജ്യങ്ങളും ഭരണാധികാരികളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ബ്രിട്ടീഷ് കൺസർവേറ്റീവ് MP ബോബ് ബ്ലാക്ക്മാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം പീഡനങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വംശീയമായി ഉന്മൂലനം ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. UK പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടക്കുകയാണ്. അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. ഹിന്ദു പുരോഹിതന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരാഴ്ചക്കുള്ളിൽ 2 പുരോഹിതന്മാരാണ് ബംഗ്ലാദേശിൽ അറസ്റ്റിലായത്. 63 സന്യാസിമാർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ബോബ് ബ്ലാക്ക്മാൻ ശക്തമായ രൂപത്തിലാണ് ഈ വിഷയത്തെ അപലപിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന ഇൻഡോ പസഫിക് മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യമന്ത്രി കാതറിൻ വെസ്റ്റിനോട് ബോബ് ബ്ലാക്ക്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നവംബറിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യം താൻ ചർച്ച ചെയ്തിരുന്നു എന്നും കാതറിൻ വെസ്റ്റ് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിരവധി ഹിന്ദുക്കൾക്കാണ് ഇതിനോടകം ജീവൻ നഷ്ടപ്പെട്ടത്. അവരുടെ ആത്മീയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെന്നും ബോബ് ബ്ലാക്ക്മാൻ പറഞ്ഞു. UK ഭരണകൂടം നടത്തിയ ഈ വിഷയത്തിലെ ഇടപെടലുകൾ കൂടുതലുണ്ട്, എന്നാലും ഇനിയും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തി വരികയാണ്. മതസ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ചർച്ചകൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാതറിൻ വെസ്റ്റും അതിനെ ഐക്യപ്പെട്ടു. ബംഗ്ലാദേശിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതും വലിയ രീതിയിൽ ചർച്ചയ്ക്ക് കാരണമായി. ഈ വിഷയത്തിൽ ഇന്ത്യയും ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഇടപെടണമെന്നും ഇന്ത്യൻ വംശജയും ബ്രിട്ടീഷ് MP-യുമായ പ്രീതി പട്ടേൽ പറഞ്ഞു. കുറെ ആളുകളെ വീട്ടിൽ നിന്ന് പഠിച്ചു വന്ന രീതികൾ ഇവിടെ ഇങ്ങനെ ഫോളോ ചെയ്യാണേ. അതെ, തെറിയിടുന്നവർ അജേഷ് വന്നു. ഓക്കെ, ഇനി അജേഷ് നോക്കോളാം. ചെകുത്താനുണ്ടല്ലോ, നോക്കുക. എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ടാരൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അവർ നോക്കോളൂ. 2 രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ട്. ബംഗ്ലാദേശിലെ ആക്രമണങ്ങളിൽ കനത്ത ആശങ്കയും പ്രകടിപ്പിച്ചിട്ടാണ് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുള്ളത്. നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സംഘർഷങ്ങളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. ബംഗ്ലാദേശിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണങ്ങൾ പടരുന്നത്
ഭയത്തോടുകൂടിയാണ് കാണുന്നത് എന്ന് പ്രീതി പട്ടേൽ പറഞ്ഞു. ഇന്ത്യ പലതവണ ഇവർക്ക് വാണിംഗ് നൽകിയതാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേത്രങ്ങളും വീടുകളും വാഹനങ്ങളും കടകളും ഒക്കെ തകർക്കപ്പെടുമ്പോൾ പോലീസും സൈന്യവും ഭരണകൂടവും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്ന് ലേബർ പാർട്ടി MP ബാരി ഗാർഡിനർ പറഞ്ഞു. ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിലും ഗാർഡിനർ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു. സമാധാനപരമായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും ജാമ്യം വരെ നിഷേധിച്ചെന്നും ഗാർഡിനർ പറഞ്ഞു. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേത്രങ്ങൾ തകർത്ത സംഭവത്തിൽ ഒരാളെ പോലും ഇതുവരെ പിടികൂടിയിട്ടില്ലെന്നും ഗാർഡിനർ പറഞ്ഞു. ബംഗ്ലാദേശിലെ ആക്രമണങ്ങൾ എല്ലാ സമുദായങ്ങൾക്കിടയിലും ആശങ്കയുണ്ടാക്കിയെന്നും ലേബർ പാർട്ടി MPയും സിഖ് വംശജനുമായ ഗുരീന്ദർ സിംഗ് ജോസാൻ പറഞ്ഞു. വിഷയത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ താഴെ വീണതിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലും വിള്ളലുകൾ ഉണ്ടായതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്കോൺ സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും അതിനെ തുടർന്ന് ഹിന്ദുക്കൾക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണങ്ങളും ഇന്ത്യയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഡിസംബർ 2-ാം തീയതി ത്രിപുരയിലെ അഗർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശി മിഷന് നേരെയും പ്രതിഷേധ റാലി നടന്നിരുന്നു. പ്രതിഷേധിച്ചവരിൽ ചിലർ ബംഗ്ലാദേശ് എംബസി ഓഫീസുകളിലേക്ക് ഇരച്ചു കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. സംഭവത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കാഫിറുകൾ കൊല ചെയ്യപ്പെടുന്നത് കൊണ്ട്, കാഫിറുകളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയേ അല്ല. എന്നാൽ പട്ടിണിയും പരിവട്ടവുമായി കിടക്കുന്ന ബംഗ്ലാദേശ് ഹിന്ദുക്കളെ കൊന്നൊടുക്കുമ്പോഴും ഇന്ത്യ നൽകുന്ന എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിക്കുമ്പോഴും ഇപ്പോഴും ഇന്ത്യയോട് കൈനീട്ടി യാചിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് 50,000 ടൺ അരിയാണ് ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പൊതുവാങ്ങലിനുള്ള മന്ത്രിസഭാ സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായി ഇടക്കാല സർക്കാരിന്റെ ധനകാര്യ ഉപദേശകൻ സലാഹുദ്ദീൻ അഹമ്മദാണ് പത്രസമ്മേളനം നടത്തി ഡിക്ലെയർ ചെയ്യുന്നത്. ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് യാചിക്കുന്നത്. ടണ്ണിന് $467.7 നിരക്കിലായിരിക്കും അരി ഇറക്കുമതി ചെയ്യുന്നത്. തെണ്ടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആരുടെ മുമ്പിലും കൈനീട്ടാൻ മടിയില്ലാത്ത പലസ്തീനെയും കടത്തി വെട്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ടെലിവിഷനുകൾ ഹിന്ദു പീഡനം തുടർച്ചയായി കാണിക്കുന്നതിലും ത്രിപുരയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യക്കാർ പ്രതിഷേധ പ്രകടനം നടത്തിയതിലും ദേശാഭിമാനിക്ക് ഭയങ്കരമായ അസഹിഷ്ണുതയുണ്ട്. ഇവിടെ ഇന്ത്യയിൽ സമാധാനത്തിന് പേരുകേട്ട ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ് ഇസ്കോൺ. ഇവിടുത്തെ ഒരു സന്യാസിമാരെ പ്രകോപനമില്ലാതെ അറസ്റ്റ് ചെയ്ത് ബംഗ്ലാദേശ് ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷയിൽ വാദിക്കേണ്ട വക്കീലിനെ വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുണ്ടകൾ തല്ലിച്ചതച്ച് അവശനാക്കി. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ ICUവിൽ ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള പോരാട്ടത്തിലാണ്. ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യത്തിനു വേണ്ടി കോടതിയിൽ വാദിക്കാൻ അഭിഭാഷകർക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല. ഇതൊന്നും ദേശാഭിമാനിയുടെ പ്രശ്നമല്ല. ദേശാഭിമാനിക്ക് ഇതൊന്നും വാർത്തയുമല്ല. ബംഗ്ലാദേശിൽ തുടർച്ചയായി ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും അവിടെ ഹിന്ദുക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും ഒന്നും ദേശാഭിമാനി പത്രത്തിന്റെ പ്രശ്നമല്ല, വാർത്തയല്ല. അവർക്ക് പ്രശ്നം അവിടുത്തെ ഹിന്ദു പീഡനങ്ങൾ മുഴുവൻ ഇന്ത്യൻ ടെലിവിഷനുകൾ അവിടെ കാണിക്കുന്നു എന്നത് മാത്രമാണ്. പ്രകോപനപരമായ ഉള്ളടക്കം നൽകുന്ന ഇന്ത്യൻ TV ചാനലുകൾ നിരോധിക്കണമെന്ന് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ ദേശാഭിമാനി. സ്റ്റാർ ജൽഷ, സി ബംഗ്ല, റിപ്പബ്ലിക് ബംഗ്ല എന്നീ ചാനലുകൾക്കെതിരെയാണ് ബംഗ്ലാദേശ് സർക്കാരിന് അസഹിഷ്ണുത ഉള്ളത്. കാരണം ഈ ചാനലുകളിൽ യാതൊരു കലർപ്പുമില്ലാതെ ബംഗ്ലാദേശിലെ കൊടിയ ഹിന്ദു പീഡനത്തിന്റെ നേർചിത്രങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു.
ഇതാണ് ബംഗ്ലാദേശ് സർക്കാരിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അസ്വസ്ഥത ദേശാഭിമാനിക്കുമുണ്ട്. ഇന്ത്യൻ ചാനലുകളിൽ പ്രകോപനപരമായ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നും ബംഗ്ലാദേശ് സംസ്കാരത്തെ എതിർക്കുന്ന ഉള്ളടക്കത്തിന്റെ അനിയന്ത്രിതമായ സംപ്രേഷണം യുവതി യുവാക്കളെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു എന്ന കാര്യവും ദേശാഭിമാനി വാർത്തയാക്കുന്നുണ്ട്. ഇസ്കോൺ നേതാവ് ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിലേക്ക് ഇന്ത്യക്കാർ നടത്തിയ അക്രമാസക്തമായ പ്രകടനത്തിൽ സമഗ്രമായ അന്വേഷണം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തയും ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ വെണ്ടയ്ക്കാക്ഷരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മോദി സർക്കാർ പീഡിപ്പിക്കുന്നു എന്ന ഇല്ലാ കഥ പ്രചരിപ്പിക്കാൻ എത്രയോ കോളങ്ങൾ നീക്കിവെക്കുന്ന ദേശാഭിമാനി പത്രം ബംഗ്ലാദേശിലെ ഹിന്ദു സന്യാസിമാരും ഹിന്ദു സമുദായവും നേരിടുന്ന കൊടിയ പീഡനങ്ങളെ കുറിച്ച് ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതേസമയം ഇന്ത്യക്കെതിരായ ബംഗ്ലാദേശ് സർക്കാരിന്റെ വാർത്തകൾ കൊടുക്കാൻ ഒരു മടിയുമില്ല. എല്ലാ ഹൈന്ദവ പീഡനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തുള്ള മുഹമ്മദ് യൂനസിനെ വലിയ മനുഷ്യാവകാശ പ്രവർത്തകനായി ചിത്രീകരിക്കാനും ദേശാഭിമാനിക്ക് ഉളുപ്പില്ല. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊടിയ പീഡനം അനുഭവിക്കുന്നു എന്ന് കാണിച്ച് പലസ്തീനികളെ വിശുദ്ധരാക്കിക്കൊണ്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാനും ദേശാഭിമാനിക്ക് ഉളുപ്പില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ദേശാഭിമാനി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങൾ വാർത്തയാക്കാൻ പോലും ദേശാഭിമാനിക്ക് സാധിക്കാതെ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് ലോകം അറിയണ്ടേ? അതിനുവേണ്ടി ആരെങ്കിലും ശബ്ദമുയർത്തിയല്ലേ പറ്റൂ. ഈ സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പീഡനം അനുഭവിക്കുന്ന ബംഗ്ലാദേശികൾക്ക് വേണ്ടി ശബ്ദമുയരുകയാണ്. ഇംഗ്ലണ്ടിൽ വരെ ബംഗ്ലാദേശികളെ ഹിന്ദുക്കളുടെ വംശഹത്യക്കെതിരെ ശക്തമായ ശബ്ദമുയരുന്നു. എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ, ഒരു ഹാഷ്ടാഗ് എങ്കിലും ഇടാൻ, ഒരു വാക്കെങ്കിലും എഴുതിയൊന്ന് പ്രതികരിക്കാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാകുന്നു എന്നതൊന്ന് നോക്കുക. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ പാലക്കാട് നടന്ന ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ വത്സൻ തില്ലങ്കേരി ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന സമ്മേളനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഹിന്ദുക്കളെ ചവിട്ടി താഴ്ത്തുന്നതാണ് കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് വത്സൻ തില്ലങ്കേരി കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ രൂപീകരിക്കാൻ കാരണം കോൺഗ്രസ് ആണ്, അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശും എന്ന് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. പാകിസ്ഥാനിൽ 1951 കണക്ക് പ്രകാരം 7,51,00,000 ആളുകളാണ് ഉണ്ടായിരുന്നത്. 24 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. പക്ഷെ അന്ന് 18% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 2%. ബാക്കി എവിടെ? ഹിന്ദുക്കൾ ഇപ്പോൾ ഈ 2% മാറിയത് എവിടെയെങ്കിലും വാർത്തയാകുന്നുണ്ടോ? ബംഗ്ലാദേശിൽ 1971 6,84,00,000 ആളുകളാണ് ഉണ്ടായിരുന്നത്. അന്ന് ഹിന്ദുക്കൾ 23% ഇന്നത് 7.95% ചുരുങ്ങി. 1/3 കുറഞ്ഞു. ഇന്നലെ വരെ പാർലമെന്റിൽ അദാനിയുടെയും അംബാനിയുടെയും വിഷയം ഉയർത്തിയവരാണ് കോൺഗ്രസ്. എന്നാൽ പാർലമെന്റിൽ ബംഗ്ലാദേശ് വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമെന്നതുകൊണ്ട് ഇന്നവർ സംഭാലിലേക്ക് പോയിരിക്കുവാണ്, ഷാഹി മസ്ജിദിലേക്ക്. മാപ്പിള ലഹള ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു, ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തു. ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി കേരളത്തിൽ എന്ത് കാര്യമാണ് എന്ന് വത്സൻ തില്ലങ്കേരി ചോദിച്ചു. അന്ന് ഹിന്ദുക്കളെ എരിതീയിൽ നിന്നും എടുത്തെറിഞ്ഞത് വറച്ചട്ടിയിലേക്കായിരുന്നു. അത് കോൺഗ്രസ്സുകാരായിരുന്നു. അവരെ പിന്നെ എവിടെയും കണ്ടിട്ടില്ല. ഹിന്ദുക്കളെ കൂട്ടക്കുരുതിയിലേക്ക് തള്ളിയിട്ട് അവരൊക്കെ ഓടി ഒളിക്കുകയായിരുന്നു എന്നും വത്സൻ തില്ലങ്കേരി ആരോപിച്ചു. ബംഗ്ലാദേശിലെ അവസ്ഥ അതിഭീകരമാണ്. ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് പുറകിൽ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകും. നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ് ചോദ്യമെന്നും വത്സൻ തില്ലങ്കേരി ചൂണ്ടിക്കാണിച്ചു. നെഹ്റുവിന്റെ പോലെയുള്ള കോൺഗ്രസുകാരുടെ അധികാര ആർത്തിയാണ്
ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയ്ക്ക് കാരണം. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സമൂഹവും തങ്ങളുടെ മതക്കാർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങളിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ എന്ന് വത്സത്തിൽ ലങ്കേരി ചോദിച്ചു. RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദർ ഇവരൊക്കെ പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ, ബംഗ്ലാദേശിലെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ഈ കേരളക്കരയിൽ ആരുണ്ട്? ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആര് തയ്യാറാകും എന്നത് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിന് നൽകിയ സമാധാന നോബേൽ സമ്മാനം നിലവിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരിച്ചെടുപ്പിക്കാൻ ഭാരതം ഇടപെടണമെന്നാണ് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറയുന്നത്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. ബംഗ്ലാദേശിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും താല്പര്യങ്ങളുണ്ട്. വളരുന്ന ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ ആയുധം കൊടുത്ത് ശക്തമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. ബംഗ്ലാദേശിൽ നടക്കുന്ന കൊടിയ ന്യൂനപക്ഷ വേട്ട മറച്ചു പിടിക്കാനാണ് ഇവിടത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ബംഗ്ലാദേശ് വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കള്ള റിപ്പോർട്ടുകൾ ഉയർത്തി ബംഗ്ലാദേശിൽ നടക്കുന്ന കൊടിയ ന്യൂനപക്ഷ വേട്ടകൾ മറച്ചു പിടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം നേരിടുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമം അവിടെ നടന്ന രാഷ്ട്രീയ മാറ്റത്തെ തുടർന്നായിരുന്നില്ല. അതിനുള്ള ഒരുക്കങ്ങൾ കുറച്ചു നാളായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി നടത്തിയ പ്രക്ഷോഭം ഒരു മുഖമൂടി മാത്രമായിരുന്നു. അവിടുത്തെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്ത് ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ഒന്നായി നിന്നാൽ മാത്രമേ നാം കരുത്തരാകൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വസ്തുത പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. RSSന്റെ ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബലറാം ചടങ്ങിലെ മുഖ്യ സാന്നിധ്യമായി. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകവ്യാപകമായി അനേകം രാജ്യങ്ങളിലും കൃത്യമായ രൂപത്തിൽ ബംഗ്ലാദേശിലെ പീഡനം അനുഭവിക്കുന്ന ഈ ഒരു വിഭാഗത്തിന് വേണ്ടി, ഹിന്ദു വിഭാഗത്തിന് വേണ്ടി ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് അവിടെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് അവര് ഏത് മതവിഭാഗമോ ആയിക്കൊള്ളട്ടെ, അവര് മനുഷ്യരാണ്. അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ആ അവകാശത്തിനു മേലെ അവരെ അടിച്ചമർത്തി ഇവിടെ ഒരു ഹിന്ദു ഉന്മൂലനമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ശിക്ഷണത്തിൽ അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണ്. റെനി വന്നോ? സജീവൻ ഹായ്. കുറെ കുരുക്കൾ പൊട്ടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സാരമില്ല. ഇന്ത്യൻ എന്താ ആരിഫ് എന്ന ഇമ്പോസിഷൻ എഴുതുന്നത്? എന്ത് പറ്റി? രാജേഷേ ഹായ്. മുഹമ്മദ് ഹറാമി, മുഹമ്മദ് അലി. അയ്യോ ആദിൽ അമീനെ, നീ KSRTC ബസ് വിട്ടിരിക്കുക ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതോ എന്നെ കൊല്ലാനോ? ഡയർക്ക പോടയർക്ക, ഇതൊക്കെ വധ ഭീഷണിയുടെ ഇതിൽ വരും. എനിക്ക് നാളെ എങ്ങാനും ഒരു KSRTC അപകടം ഉണ്ടായാൽ അതൊക്കെ നിന്റെ തലയിൽ വന്നു കയറും. നിങ്ങൾ അറിഞ്ഞാണ് ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. ഓ, ഇന്ത്യൻ ആരിഫ് ഹുസൈനെ കുറിച്ചിട്ട് ഇമ്പോസിഷൻ എഴുതിയതാണോ? ഓക്കെ,
നമുക്കിനി വീണ്ടും പുതിയൊരു ലൈവിൽ കാണാം. നന്ദി. അതല്ല ജൂൺ, ഇവിടെ ഒരു വിഷയമുണ്ട്. അവരിപ്പോൾ സനാതൻ ബോർഡിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നടക്കുക. ഇവരെന്താണോ ചെയ്യുന്നത് ഇവർക്ക് വിപരീതമായിട്ടുള്ള ഫലമാണ് കിട്ടുന്നത്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാകുന്ന ബംഗ്ലാദേശികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. കിട്ടും ശരിക്കും. ചെകുത്താൻ ആദിലമീൻ KSRTC ബസ്സുമായിട്ട് ഇറങ്ങിയതാണ് രാവിലെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. നടക്കട്ടെ. അവൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൊല്ലപ്പെടാതിരിക്കാനും ശ്രമിക്കാം. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.